മണിപ്രവാള കൃതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ കൃതി ഉണ്ണുനീലി സന്ദേശമാണ്. 1906 രസികരഞ്ജിനി എന്ന മാസികയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതോടുകൂടിയാണ് ഉണ്ണുനീലി സന്ദേശം ചരിത്ര സാഹിത്യ വിദ്യാർത്ഥികളുടെ ശ്രദ്ധാകേന്ദ്രമാവുന്നത്. ഉണ്ണുനീലി സന്ദേശത്തെക്കുറിച്ചുള്ള 2 പ്രധാന വ്യാഖ്യാനങ്ങൾ രചിച്ചത് പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയും ശൂരനാട് കുഞ്ഞൻപിള്ളയുമാണ്. പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തിൽ 1362 ഉണ്ണുനീലി സന്ദേശം രചിക്കപ്പെട്ടത്. ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ കഥാംശം ഏതാണ്ട് ഇപ്രകാരമാണ്. ഇന്നത്തെ കോട്ടയം ജില്ലയിലെ കടുതുരുത്തിയിലെ മുണ്ടക്കൽ തറവാട്ടിലാണ് ഉണ്ണുനീലി. ഉണ്ണുനീലിയോടൊത്ത് കിടന്നുറങ്ങുന്ന കാമുകനെ യക്ഷി പിടിച്ചു കൊണ്ടുപോവുകയും തിരുവനന്തപുരത്ത് വെച്ച് കാമുകൻ യക്ഷിയുടെ പിടിയിൽ നിന്ന് മോചിക്കപ്പെടുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വെച്ച് കാമുകൻ തിരുവനന്തപുരത്തെ യുവരാജാവായ ആദിത്യവർമ്മയെ കാണുകയും ആദിത്യവർമ്മയുടെ കൈവശം ഉണ്ണുനീലിക്കുള്ളൊരു സന്ദേശം നൽകുന്നു. ഉണ്ണുനീലിക്കുള്ള കാമുകൻ്റെ സന്ദേശവുമായി ആദിത്യവർമ്മ തിരുവനന്തപുരത്തു നിന്ന് കടുതുരുത്തിയിലെ മുണ്ടക്കൽ തറവാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ യാത്രയാണ് ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. അതായത് തെക്കൻ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കടുതുരുത്തി വരെയുള്ള ഭൂപ്രദേശത്തെ ഭൂപ്രകൃതി വർണ്ണനയാൽ സമ്പന്നമാണ് ഉണ്ണുനീലി സന്ദേശം. ഈ പ്രദേശത്തെ നദികൾ, കുളങ്ങൾ, തോടുകൾ, അങ്ങാടികൾ, ചന്തകളിൽ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും വരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്ന കച്ചവടക്കാർ, ഈ അങ്ങാടികളിലെത്തുന്ന വിവിധ കച്ചവട വസ്തുക്കൾ, ഇവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ണുനീലി സന്ദേശത്തിലുണ്ട്. ചുരുക്കത്തിൽ മധ്യകാല കേരളത്തിൻ്റെ ഭൗതിക ജീവിതത്തെ, ഭൗതിക പരിസരത്തെ വളരെ വ്യക്തമായി മികവുറ്റ രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. അതുകൊണ്ട് തന്നെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഈ കൃതി ഒരു പ്രധാന ഉപദാനമാണ്.